ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അച്ഛനും മകളും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുക. എല്ലാ കാര്യങ്ങളും അവർക്ക് അനുയോജ്യമായി. ഇനിയിപ്പോൾ നവീനയും കൂടി അവരുടെ ഭാഗത്തേക്ക് കൂട്ടുചേർക്കണമെന്നും പറഞ്ഞു. അപ്പോഴേ നമുക്ക് ലീഗലി എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുള്ളൂ. അവൻ്റെ മുത്തച്ഛൻ നരസിംഹൻ ഉണ്ടല്ലോ, അയാളെപ്പോലെ കഴിവും അനുഭവ സമ്പത്തും ഉള്ളൊരു വക്കീൽ ഇന്ന് കേരളത്തിൽ പോലും ഇല്ല എന്നും മുത്തച്ഛനും കൊച്ചുമോനും നമുക്കൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങൾ നമ്മളും മൂർത്തിയായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ അവൻ സോൾവ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അപ്പം നവീനയുടെ നരസിംഹൻ സാറിനൊക്കെ മൂർത്തി മുത്തച്ഛനെന്ന് വെച്ചാൽ ജീവനാണെന്ന് പറയുമ്പം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ മോള് പറയുന്നതല്ലേ നവീൻ കേൾക്കത്തുള്ളൂ എന്ന് ചോദിച്ചു ഈ അച്ഛൻ. അവനെ സ്നേഹിച്ച് നീ നിൻ്റേതാക്കി മാറ്റിയെടുക്കണം എന്ന കാര്യം പറയുക. അതുപോലെ തന്നെ മൂർത്തിയും കുടുംബവും അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമേ, അല്ലെങ്കിൽ പടി ഇറങ്ങിയതിന് ശേഷമേ നിന്റെ നയം നീ വ്യക്തമാക്കാവുള്ളൂ എന്നും പറയുന്നു. നമ്മൾ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം പോലും അതിന് ശേഷമേ അവരെയൊക്കെ അറിയിക്കാനും പാടുള്ളൂ എന്ന് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇനിയിപ്പോൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ മോൻ്റെ പട്ടാഭിഷേകം നടത്തണം എന്നും പറഞ്ഞ് സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുവാണ്. അവൻ പുതിയ ബ്രാഞ്ചിൻ്റെ മാനേജറായി തന്നെ വരണമെന്ന് പറയുമ്പം ഇപ്പം അഭിയേട്ടൻ ചിന്തിക്കുന്നതേ നവ്യേടത്തിയുടെ മിടുക്കുകൊണ്ടാ അഭിയേട്ടൻ ഈ ജോലി കിട്ടിയത് എന്നുള്ളതൊക്കെയാണ്. അപ്പം അച്ഛൻ്റെ ഇത് ചിരിക്കുന്നു. സ്വന്തം അച്ഛൻ്റെ കമ്പനിയിലേക്ക് വരുന്നതെന്ന് മോഹനറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് അറിയിക്കാം മോളെ. ദേ നീ നിൻ്റെ റോള് അച്ഛൻ പറഞ്ഞു തരുന്നത് പോലെ ഭംഗി അങ്ങ് ആക്കിയാൽ മതിയെന്നും. നീ ഇപ്പം നവീനെ കണ്ടിട്ട് എത്ര ദിവസം എന്ന് ചോദിച്ചു. അപ്പോൾ 1-2 ദിവസം അയച്ചാ നിങ്ങൾ തമ്മിൽ വിളിയൊന്നുമില്ലേ? അന്നേരം ഇല്ലയെന്ന് പറഞ്ഞു. അവൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കാറില്ലേ? അപ്പോൾ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. അത് പാടില്ല മോളെ. നീ ഇടയ്ക്കിടയ്ക്കൊക്കെ അവനെ വിളിക്കണം, കാണണം. അവന് നിൻ്റെ ശബ്ദം എന്നും കേൾക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയെടുക്കണം. എന്നാൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവന്തിക ഫോൺ എടുത്ത് നവീനെ വിളിക്കും. അപ്പോൾ നവീൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടി ഒരു സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവന്തിക കോൾ എടുത്തു. ഹലോ അവന്തിക, പറഞ്ഞു. നവീനേട്ടൻ ഇത് എവിടെയാണെന്ന് ചോദിച്ചു. എന്നെ ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ. എന്താ? ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു, എനിക്ക് അവന്തിക ഒന്ന് കാണണമെന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് അവന്തിക നവീനോട് ചോദിക്കുന്നു. നവീനേട്ടൻ വിളിച്ചാൽ ഞാൻ ഓടി എത്തത്തില്ലേന്ന് ചോദിച്ചപ്പം അങ്ങനെയാണെങ്കിൽ അവന്തികയുടെ വീടിനടുത്തുള്ള പാർക്ക് അറിയില്ലേ? അറിയാം, അങ്ങോട്ട് വരണോ? ഞാനേ അതിനടുത്തുണ്ട്, അങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി വരാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മകൾ അച്ഛനോട് ഈ വിവരം പറയുക. ഇനി ഇടയ്ക്കിടയ്ക്ക് ദേ നിങ്ങൾ തമ്മിൽ കാണണം, പിന്നെ നിങ്ങൾക്കിടയിൽ നിന്ന് ആര് കളിച്ചാലും നിങ്ങൾ തമ്മിൽ അകന്നു പോകാൻ പാടില്ല മോളെ എന്ന് പറയാം. അപ്പം ഞാൻ പോയിട്ട് വരാം അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് മകള് പോയപ്പോൾ അച്ഛൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. നവീൻ എന്നിട്ട് ഇങ്ങനെ അവന്തികയെ വെയിറ്റ് ചെയ്ത് നിൽക്കുവന്നു. അവന്തിക അങ്ങോട്ടേക്ക് വന്നു. ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് വന്നപ്പം നവീൻ ഭയങ്കര ഒരു ഇത്. അപ്പം ഞാൻ അന്നൊരു ദിവസം കാണണമെന്ന് പറഞ്ഞതേ അവന്തികയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നവീൻ പറയുക കേട്ടോ. പക്ഷേ അന്ന് അതിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പം എന്നാൽ പിന്നെ ഇന്ന് സംസാരിച്ചോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ നവീന് ടെൻഷൻ. എനിക്ക് നവീനേട്ടനുമായിട്ട് ഒരുപാട് സംസാരിക്കണമെന്നുണ്ടെന്നും പിന്നെ നവീനേട്ടൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ എന്നും ഈ അവന്തിക പറയുക. അപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് പക്വതയോടുകൂടെ വേണം അവന്തിക കേൾക്കാൻ എന്ന് പറയുമ്പോൾ അവന്തികയ്ക്കൊരു ടെൻഷൻ. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴേ എൻ്റെ അമ്മയും മുത്തശ്ശനൊന്നും എന്നോട് പറഞ്ഞില്ല അവന്തികയാണ് പെണ്ണ് കാണാൻ വരുന്നതെന്ന്. അപ്പോൾ അതെനിക്ക് അറിയാമല്ലോ, അതേപ്പറ്റി നവീനേട്ടൻ എന്നോട് പറഞ്ഞതുമാണല്ലോ, പിന്നെന്താന്ന് ചോദിച്ചു. അപ്പോൾ സത്യത്തിൽ വിവാഹത്തെപ്പറ്റി എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ആ സങ്കല്പത്തിന് പറ്റിയ പെൺകുട്ടി അല്ലേ ഞാൻ എന്ന് ചോദിച്ചപ്പം എന്ന് ചോദിച്ചാൽ അങ്ങനെ എൻ്റെ സങ്കല്പത്തിന് പറ്റിയൊരു പെൺകുട്ടിയെ ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞതാണ് എന്ന് പറഞ്ഞു നവീനെ. അപ്പോൾ അവന്തിക ഞെട്ടി. എന്നോട് അവന്തികയ്ക്ക് ഒന്നും തോന്നരുത് കേട്ടോ എന്നും പറഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് നവീൻ അവന്തികയോട് പറയുന്നു. അവന്തിക ദേ കിടക്കുന്നു തല കറങ്ങിയെന്ന് പോലെ. അപ്പം അതുകൊണ്ട് എൻ്റെ മുത്തശ്ശനും അമ്മയെ കല്യാണത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി നടന്നിരുന്നത് എന്ന കാര്യവും പറയുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് അന്ന് അവരെന്നോടൊന്നും പറയാതെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന കാര്യവും പറഞ്ഞു. അവന്തികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതൊരു പെണ്ണ് കാണലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതെൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും നവീൻ പറയുക. അവന്തികയ്ക്ക് ഈ കല്യാണത്തോട് വലിയ താല്പര്യമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവന്തിക ചീറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, എങ്ങനെ ഈ വിഷയം അവന്തികയോട് പറയുമെന്നുള്ളൊരു വിഷമത്തിലായിരുന്നു ഞാനെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ അന്ന് തന്നെ നവീനേട്ടൻ എന്നോട് ഇത് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു അവന്തിക. അപ്പോൾ അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയില്ല. അന്ന് റെസ്റ്റോറൻറ്റിൽ വന്നപ്പോഴും ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവന്തിക എൻ്റെ മുന്നിലിരുന്ന് സംസാരിച്ചത്. അപ്പോഴും എനിക്കൊന്നും തുറന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. വീട്ടിലെല്ലാവരും ഈ കല്യാണത്തോട് വലിയ താല്പര്യമൊക്കെ കാണിക്കുന്നുണ്ട് നവീനേട്ടാ. പിന്നെ
നവീനേട്ടൻ്റെ മുത്തശ്ശനും അമ്മയും ഒക്കെ അതേ രീതിയിൽ തന്നെയാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പം പിന്നെ എങ്ങനെയാണ് നവീനേട്ടാന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി പോയതെന്നും പറയുമ്പോൾ അത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അവന്തയ്ക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ല എന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ അവളെ തള്ളിക്കളഞ്ഞാൽ അത് ഞാൻ അവളോട് ചെയ്യുന്ന ചതിയായിരിക്കും എന്നൊക്കെ നവീൻ ഇങ്ങനെ പറയുമ്പം ഒരാൾ വേദനിച്ചാലല്ലേ മറ്റൊരാൾക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് അവന്തിക ഇങ്ങനെ പറയുന്നു. അപ്പം ശരി നവീനേട്ടാ എന്നും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോണു. നവീൻ ഇങ്ങനെ അവിടെ ചിന്തിച്ചിങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശന് ചായയൊക്കെ കൊടുത്ത മുത്തശ്ശി അങ്ങനെ അരികിലിരിക്കുന്നു. അപ്പം അങ്ങനെ 3-ാം മാസത്തെ ചടങ്ങൊക്കെ സത്യം പറഞ്ഞാലേ ഇവിടെ വെച്ച് നടത്തേണ്ടതാണെന്നും അത് നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മൂത്ത മരുമകളുടെ ചടങ്ങാണെന്ന കാര്യങ്ങളും ഇങ്ങനെ പറയാം മുത്തശ്ശി. പിന്നെ എന്തൊക്കെ നാടകം കളിക്കുകയാണെന്ന് പറഞ്ഞാലും അതിങ്ങനെയായി പോയതിൽ എനിക്ക് വേദനയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് വേദന ഇല്ലെന്നാണോ താൻ കരുതുന്നതെന്ന് ചോദിച്ചു. എടോ എനിക്കും ഉണ്ടടോ തന്നെ പോലെ വേദനയൊക്കെ. ഇനിയിപ്പോൾ ഈ ചടങ്ങുകളൊക്കെ വരികയല്ലേ, 5-ാം മാസം 7-ാം മാസം അപ്പം നമുക്ക് ഈ കടമൊക്കെ തീർക്കാടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ. ഇനി മരുമകൾ ഇദ്ദേഹത്തെ വിളിക്കുമെന്ന് പോലും അറിയില്ല എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് താൻ വിലക്കണം കേട്ടോ, എത്ര വിളിച്ചാലും ഞാൻ ഫോൺ പോലും എടുക്കില്ല എന്ന് താൻ പറയണം. അപ്പോൾ എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ അത് വിജയിക്കുന്നത് വരെ ഇതങ്ങനെ അങ്ങ് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോഴേ അവന്തിക അങ്ങോട്ടേക്ക് കയറി വരുവാണ്. മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവന്തിക കയറി വന്ന് ഇവരോട് വിവരം പറയുന്നു. അപ്പോൾ എന്താ മോളെ മുഖം വാടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവന്തികയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ശരിയാണല്ലോ, മോൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് മുത്തശ്ശൻ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ കല്യാണം നടക്കില്ല മുത്തശ്ശ എന്ന് അവന്തിക ഇവരോട് പറയുക. അപ്പോൾ ഇവർ രണ്ടുപേരും അന്തം വിട്ടിങ്ങനെ നോക്കുക. എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ നരസിംഹൻ ഞങ്ങളെ വിളിച്ചതാണല്ലോ, കല്യാണത്തെപ്പറ്റി പറയുകയും ചെയ്തല്ലോ എന്ന് മുത്തശ്ശി. അപ്പോൾ പയ്യൻ്റെ അമ്മയും മുത്തശ്ശനും ഈ വീടുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് കരുതുന്ന കൂട്ടത്തിലാണെന്നും പക്ഷേ പയ്യൻ അങ്ങനെയല്ല എന്ന് അവന്തിക പറയാം. പയ്യൻ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നും ചോദിച്ചു. അപ്പോഴും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലേ. നവീൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞോ മോളെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു എന്ന് അവന്തിക ഇങ്ങനെ പറയുവാണ്. പിന്നെ അയാളുടെ മനസ്സിൽ മറ്റേതോ പെൺകുട്ടി ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അന്തം വിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുന്നു. എന്നാൽ പിന്നെ നവീൻ അന്ന് വന്നപ്പോൾ അത് പറയാതിരുന്നത് എന്താണെന്ന് മുത്തശ്ശി ചോദിക്കുക. അതിന് നമുക്ക് നവീനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. നവീനോട് പെണ്ണ് കാണാൻ ആണ് എന്ന് പറഞ്ഞിട്ടല്ല അവൻ്റെ മുത്തശ്ശനും അമ്മയും ചേർന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം പിന്നെ അന്ന് കല്യാണത്തെ കാര്യം എടുത്തിട്ടപ്പോൾ നവീൻ്റെ മുഖത്തെ ആ ഒരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചതുമാണ്. പിന്നെ നിങ്ങൾ 1-2 തവണ കണ്ടതല്ലേ, അപ്പോഴും വേണമെങ്കിൽ ഈ കാര്യം നവീന് മോളോട് പറയാമായിരുന്നല്ലോ. നേരത്തെ ഒരു ദിവസം ഹോട്ടലിൽ വെച്ച് കണ്ടതാ, അന്നും എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. അപ്പം മോള് വിഷമിക്കേണ്ട, ഞാൻ നരസിംഹനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ എന്തിനാ മുത്തശ്ശ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അവന്തിക. അയാളുടെ മനസ്സിൽ വേറൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇനി ആ സ്ഥാനത്ത് എന്നെ പ്രതിഷ്ഠിക്കുമോ എന്നും അവന്തിക ചോദിക്കുക കേട്ടോ. അപ്പോൾ എന്നാലും ചിലപ്പോൾ നവീൻ്റെ മുത്തച്ഛനും അമ്മയൊക്കെ സംസാരിക്കുമ്പോൾ ആ പയ്യൻ്റെ മനസ്സ് മാറിയാലോ. എന്തായാലും എനിക്കിത് വിഷമം മാത്രമല്ല നാണക്കേടുമായി പോയി എന്ന് അവന്തിക ഇവരോട് 2 പേരോടും വന്ന് പറയും കേട്ടോ. അതും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് അങ്ങ് പോയി. അവന്തിക അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ ഇതിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാൽ ഇപ്പോൾ മോള് പറഞ്ഞതുപോലെ നവീൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മുത്തശ്ശൻ ചോദിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് പിന്നെ നരസിംഹനെയാണ് കാണിക്കുന്നത്. നരസിംഹനും നവീനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കല്യാണത്തിൻ്റെയും അതുപോലെ പെൺകുട്ടിയുടെ കാര്യമൊക്കെ മുത്തശ്ശനും നവീനും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ ഒരിക്കലും തനിക്കൊപ്പം നിൽക്കില്ല എന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്താനേ നോക്കുള്ളൂ എന്നും പറഞ്ഞു. അന്നേരം മോനെ, നിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാനൊരിക്കലും എതിരല്ല, പക്ഷേ അനന്തപുരി തറവാടുമായി ഒരു ബന്ധം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേടാ എന്ന് മുത്തശ്ശൻ അന്നേരം ചോദിച്ചു. നരസിംഹൻ ഇവൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ പത്മം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ നവീൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സഹൃദനും ആ രീതിയിലൊക്കെയാണ് എൻ്റെ മുന്നിൽ സംസാരിക്കുന്നത്. അന്നേരം അയാൾക്ക് വട്ട, അമ്മേ അവന്തിക അനന്തപുര തറവാട്ടിലെ പെൺകുട്ടി അല്ല, അവളുടെ അമ്മയെ അനിയുടെ മുത്തശ്ശൻ എടുത്തു വളർത്തിയതാണെന്നും നവീൻ പറഞ്ഞു. അപ്പോൾ അതൊരു യോഗ്യതക്കുറവായിട്ട് നീ കാണണ്ട മോനെ. ജലജയുടെയും അവൻ്റെ മകൻ്റെയും സ്വഭാവം ദോഷവും കൊണ്ടാണ് മൂർത്തിയും കുടുംബം അവരെ വെറുക്കുന്നത് എന്ന് കരുതി ജലജയും മകളും ആ വീട്ടിലെ അംഗമല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം മുത്തശ്ശൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അബിയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് നവീൻ തീർത്തങ്ങ് പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചത് അവന്തിക, അന്ന് പോലും എനിക്ക് അവളോട് യാതൊരു താല്പര്യവും തോന്നിയിട്ടില്ല എന്നും
പിന്നെ ഇപ്പം അവൾ അയർലൻഡിൽ പോയിട്ട് കുറച്ചൊക്കെ മാറിയെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. മുൻപ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവൾ അബിയെ പോലെ തന്നെയായിരുന്നു, വെറും അഹങ്കാരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, എടാ നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നീ തുറന്നു പറഞ്ഞുകൂടെ എടാന്ന് ചോദിച്ചു. അപ്പോൾ അത് ഇവിടെ പറയുന്നില്ല. തുറന്ന് പറയുന്നതൊക്കെ കൊള്ളാം, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുത്തിയുടെ പേരാണ് ഇവൻ പറയുന്നതെങ്കിൽ ആ ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് അമ്മ മോനോട് പറഞ്ഞു. പിന്നെ നടക്കും, എന്നെ കൊന്നിട്ട് എന്നും പറഞ്ഞ് അമ്മ വാശിയോട് വാശി. അന്നേരം എനിക്ക് തൽക്കാലം കല്യാണം വേണ്ട എന്ന് നവീൻ അന്നേരം പറയുക. അതും പറഞ്ഞ് ഇപ്പം അത്യാവശ്യം കേസും കോടതിയൊക്കെ ആയിട്ടാണ്, മനസ്സമാധാനത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നത്. നാളെ വരുത്തി കെട്ടിക്കൊണ്ട് വന്ന് അമ്മയും മുത്തച്ഛനെയും ശ്വാസം മുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. മൂർത്തി സാറിൻ്റെ വീട്ടിലെ കാര്യം തന്നെ ഒന്ന് നോക്കിക്കും. നയന കുഴപ്പമില്ല, പക്ഷെ നവ്യോ അവളും അഭിയും കാരണം ആ വീട്ടിൽ ആർക്കും ശരിക്കും ഉറക്കം പോലും കിട്ടുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നുള്ള കാര്യമൊക്കെ നവീൻ ഇങ്ങനെ ഇവരോട് പറയുവാണ്. ഇന്നത്തെ കാലത്ത് ആണായാലും പെണ്ണായാലും നോക്കിയും കണ്ടും കല്യാണം കഴിച്ചില്ലെങ്കിലേ അവിടെ തീരും കുടുംബം, എല്ലാം അവിടെ അവസാനിക്കും. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത മരുമകളെ അമ്മ വീട്ടിനകത്ത് കയറ്റാൻ സമ്മതിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും. എനിക്കും ഇഷ്ടമല്ലാത്ത ഒരുത്തി എന്നെ ഭാര്യയാക്കാൻ എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ കാര്യം. അതും പറഞ്ഞ് നവീൻ അവിടെ നിന്ന് അങ്ങ് പോയി. ദേ ഇവനെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. പത്മം, നമുക്കിങ്ങനെ നിന്ന് പറയാം, പക്ഷെ കല്യാണം കഴിക്കേണ്ടതേ നിൻ്റെ മോനാണെന്നും അവനത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നും മുത്തശ്ശൻ ചോദിക്കുന്നു. എന്ന് വെച്ചാൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെടിയായ ഒരു പെണ്ണിനെ ഈ വീട്ടിനകത്ത് കാര്യം ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു പത്മം അവിടെ നിന്ന് അങ്ങ് പോയി. നരസിംഹ മുത്തശ്ശൻ ആകെ അന്തം വിട്ട് നിൽക്കുക. പിന്നെ കാണിക്കുന്ന ആദർശിനെയും നയനയാട്ടോ. അപ്പോൾ അബിയെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി ആദർശും നയനയും കൂടെ സംസാരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ചേച്ചി ഇത്രത്തോളം അബിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും, വീട്ടിൽ പോയി അമ്മയും അച്ഛനെയും നന്ദുവിനെയൊക്കെ പറയാവുന്നതിനപ്പുറം പറഞ്ഞതിന് ശേഷമാണ് നമ്മളെ വഴിയിൽ വെച്ച് ചേച്ചി കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനും പിന്നിലെ അവനാ ഇപ്പം കമ്പനിക്കുണ്ടായ തകർച്ചയ്ക്ക് പോലും തുടക്കമിട്ടത് അവനാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം ചേച്ചി അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അവന് വലിയ സന്തോഷമായി കാണും എന്ന് നയന ആദർശിനോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സന്തോഷിക്കുന്നവനെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ വെറുതെ വിളിക്കുന്നത്, ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറയാനാണെന്ന് ആദർശ് പറഞ്ഞ് ഫോൺ എടുത്ത് അബിയെ വിളിക്കുന്നു. കോള് കണ്ടപ്പോഴത്തേക്കും ടെൻഷനായി അബിക്ക്. ചാടി ഇവൻ ഫോൺ എടുത്തു. എന്തിനാണാവോ വിളിക്കുന്നത് എന്നും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ആദർശേട്ടാ, എടാ വലിയൊരു സത്യം അറിഞ്ഞതിന് ശേഷം നിൻ്റെ ഭാര്യ നിന്നെ സപ്പോർട്ട് ചെയ്യാണല്ലോടാ, അപ്പോൾ ദൈവം സഹായിച്ച് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഏട്ടാ എന്ന് അബി. എന്നാലേ കുഴപ്പം ഉണ്ടാകും, ഇപ്പോഴും വലിയൊരു തെളിവ് ജീവനോടെ തന്നെ ഉണ്ടെന്നും അവളെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണെന്നും ആദർശ് അബിയോട് പറയുമ്പോൾ അബി ഞെട്ടി അന്തം വിട്ട് ഇങ്ങനെ എഴുന്നേക്കുവാണ്. അതത്ര നിസ്സാരമായിട്ട് നീ തള്ളുവൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അയ്യോ ഞാൻ ഇപ്പോഴും ഭയത്തോടുകൂടി തന്നെയായിട്ടാ ജീവിക്കുന്നത്. പിന്നെ നവ്യയുടെ അമ്മ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞതിന് ശേഷമേ മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ നടക്കുന്നത് തന്നെയെന്ന് ഈ ആദർശനോട് പറയാം. നവ്യ എന്നെ കൊല്ലുമെന്ന് തന്നെയായിരുന്നു എൻ്റെ ധാരണ. പിന്നെ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് തിരിഞ്ഞു മറിഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറയുമ്പം നിനക്കറിയാം, എല്ലാം നിനക്കറിയാം, നീ ഒന്നും പറയാത്തതാ, അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ വിളിച്ചത്. നീയേ പൂർണ്ണമായും രക്ഷപ്പെടില്ല എന്ന് പറയാനായിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് അത്രയും പറഞ്ഞ് ആദർശ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ എന്തിനാ ആദർശമായിട്ട് ഇങ്ങനെയൊക്കെ അവനോട് പറയണേന്ന് ചോദിച്ചു. അങ്ങനെ പറയുമ്പോൾ അവൻ അതിനുള്ള പരിഹാരം നേരത്തെ കാണുമെന്നും, പിന്നെ ആദർശേട്ടാ ഇനി അനക്കൊന്നും ശ്രദ്ധിക്കുന്നത് നല്ല കേട്ടോ എന്ന് നയന ഇങ്ങനെ പറയുകയും ചെയ്തു. അവൻ ചെയ്ത തെറ്റുകൾ പ്രൂവ് ചെയ്യാൻ ജീവനുള്ള ഒരു തെളിവുണ്ടെന്ന ആദർശേട്ടൻ അവനോട് പറഞ്ഞത്. അതുകൊണ്ട് ആ തെളിവ് നശിപ്പിക്കാൻ അവൻ എന്തും ചെയ്യുമെന്ന കാര്യം പറയുമ്പം ഇനി അതിനവന് കഴിയില്ല എന്ന് ആദർശ് പറഞ്ഞു. അനഘ ഡോക്ടർമാരെ പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അവൾ അധികം വൈകാതെ സംസാരിച്ച് തുടങ്ങുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന കാര്യം ആദർശ് നയനയോട് പറയുവാണേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് ഒരു ആശ്വാസം. പക്ഷേ എൻ്റെ സംശയം അതൊന്നുമല്ല, നവ്യയോട് നിൻ്റെ അമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ 1-2 തവണ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയിരുന്നെന്നും എവിടേക്കാണ് പോയതെന്ന് അറിയില്ല, ആരെയാണ് കണ്ടതെന്നും അറിയില്ല എന്നും പറഞ്ഞു. ആദ്യമൊക്കെ ആരോടും ഒന്നും മിണ്ടാതെ നടന്നവൾ അവസാനം പുറത്തു പോയി വന്നതിന് ശേഷമാണ് അബിയെ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങിയതെന്ന കാര്യവും പറഞ്ഞു. നമ്മളെയൊക്കെ വെറുക്കാനും. അതിനിടയിൽ അവൾ ആരെയോ കണ്ടിട്ടുണ്ട്, അബിയുമായി അടുത്ത ബന്ധമുള്ള ആരെയോ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയാളാണ് കഥകളൊക്കെ വളച്ചൊടിച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശ് നയനയോട് പറയാം. അപ്പോഴത്തേക്ക് ആദർശിൻ്റെ ഫോണിൽ കോൾ വന്നു. ഞാൻ പറഞ്ഞതേ സത്യമാണെന്ന് തന്നെ കൂട്ടിക്കോളാൻ പറഞ്ഞു. ആദർശ് ഫോൺ എടുത്തു. ഹലോ മാളവിക, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഒരു കാര്യം ചെയ്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്ത് മാളവിക എന്നെ വിളിച്ചത്, ഞാനേ അവളെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് അവിടെ നിന്ന് പോയി. നയനെ അവിടെ ആലോചിച്ച് നിൽക്കുന്നു. അതിനുശേഷം മാളവികയെ കാണാനായിട്ട് ആദർശ് അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ മാളവിക ആദർശിനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താ മാളവിക വിളിച്ചത്, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഡേവിഡ് പോകുന്ന ഹോട്ടലിൻ്റെ പേര് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മാളവിക പറയുക. പിന്നെ മോഡേൺ ഹോട്ടലിൽ അവിടേക്കാണ് അയാൾ സ്ഥിരമായി പോകുന്നതെന്ന് പറഞ്ഞു. അവിടെ തന്നെ ആകാം നമ്മൾ തേടുന്ന ആളുള്ളതെന്ന് മാളവിക പറയുമ്പം മോഡേൺ ഹോട്ടൽ,
അപ്പോൾ ഇനി സേവിയറിനോട് ഈ ഹോട്ടലിനെ പറ്റിയാണ് പറയേണ്ടതെന്നും ഇത് ഏത് ഭാഗത്ത് വരുന്ന അപ്പോൾ ഈജിക്കിലാണ് സാറെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പോൾ സേവിയർ പലതവണ പറഞ്ഞു ആ ഭാഗത്തു നിന്ന് ഡേവിഡ് സ്ഥിരം വിളിക്കുന്ന ആളിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാനിന്ന് 1-2 തവണ ഡേവിഡിൻ്റെ ക്യാമ്പിലേക്ക് ചെന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് അപ്പോഴോ അതിനു വേണ്ടിയാണ് ഞാൻ നയന മേഡത്തിനോട് 3-4 ഡിസൈൻ വരച്ചു തരാൻ പറഞ്ഞതെന്ന കാര്യവും ഈ മാളവിക പറയാം. ക്യാബിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാൾക്ക് സംശയമൊന്നും തോന്നരുതല്ലോ. ഈ മോഡേൺ ഹോട്ടലിനെ കുറിച്ച് അയാൾ സംസാരിക്കുന്ന സമയത്ത് പുറം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു എന്ന കാര്യം മാളവിക പറയുക. അതുകൊണ്ട് ഡോറ് തുറന്നിട്ട് ഞാൻ കുറച്ച് സമയം നിന്നു. അയാൾ വളരെ ഭവ്യതയോടുകൂടിയാണ് സാർ മറുവശത്തുള്ള ആളോട് സംസാരിച്ചതെന്ന് മാളവിക പറയുക. അങ്ങനെ ബഹുമാനത്തോടെ അയാൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സാറ് തേടുന്ന ആൾ ഈ ഹോട്ടലിൽ തന്നെ തമ്പടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം പറയുക. അയാൾക്ക് മൂർത്തി ജ്വല്ലറിയായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ആദർശ് പറയണു. ഞങ്ങളുമായിട്ട് എന്തോ പകയും ഉണ്ട്, അതിന് നല്ല പഴക്കവും ഉണ്ട്. തിരിച്ചടിക്കാനുള്ള അവസരത്തിനായിട്ട് അയാൾ കാത്തിരിക്കുകയായിരുന്നു എന്ന കാര്യവും ആദർശ് പറയാം. ഗൾഫിൽ വെച്ച് എന്നെ കൊടുക്കാൻ നോക്കിയതും അതിൻ്റെ ഭാഗമായിട്ടാണെന്നും ആദർശ് പറയുമ്പം ഈ സമയത്തൊക്കെ സാറിന് മുത്തശ്ശൻ കൂടെ നിൽക്കേണ്ടതല്ലേ എന്ന് മാളവിക ചോദിക്കുക. അപ്പം ഞാനും മുത്തശ്ശനും തമ്മിൽ പിണങ്ങി പിരിഞ്ഞതേ ഒരു പക്ഷേ ഈ പറഞ്ഞ ആളിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകുമെന്നും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത് നല്ലതാണെന്ന് ഞാൻ പറയുകയുള്ളൂ എന്ന് ആദർശ് പറയുക. എന്തായാലും മാളവിക റിസ്ക് എടുത്ത് വിവരങ്ങൾ ചോർത്തി തരുന്നുണ്ടല്ലോ. ഇനി ഈ കാര്യം സേവിയറിനെ ഒന്ന് അറിയിക്കണമെന്നും പിന്നെ എന്നെ വിളിക്കുന്ന നമ്പറൊക്കെ സേഫ് ആയിരിക്കണം എന്ന് പറയും. അപ്പോൾ അതെൻ്റെ റിലേറ്റീവിൻ്റെ നമ്പറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സാർ പേടിക്കണ്ട, സാറിനെ വിളിക്കാൻ മാത്രമേ ഞാനത് ഉപയോഗിക്കാറുള്ളൂ എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ വേഷം മാറി എനിക്ക് ആ ഹോട്ടലിലേക്ക് പോവേണ്ടി വന്നേക്കാമെന്നും അയാളെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നും പിന്നെ ഈ അന്വേഷണം പെട്ടെന്നായിരിക്കുമെന്നും ആദർശ് പറയും കേട്ടോ. എന്തായാലും ശരി കാണാം എന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് അവിടെ നിന്ന് പോകണം. മാളവിക അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.